പക്ഷേ BJPയുടെ ഒരു മുന്നേറ്റ സാധ്യത പലരും പറയുന്നുണ്ട് ഇക്കുറി. പക്ഷേ അതിൽ രണ്ട് കാര്യം വ്യത്യാസമുണ്ട്. ഞാൻ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചു. പാർലമെൻറ്റിൽ BJPക്ക് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ കാരണം ഇപ്പോൾ ഡൽഹിയിലേക്ക് ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ചില ഒരു എന്താ പറയേണ്ട ഒരു ഉന്നത ഇതിലൊക്കെ കഴിയുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അഭിപ്രായം മോഡി വരണം. അതെ, അതുകൊണ്ട് അതിൽ പല ഭാഗത്തും പല വോട്ട് അവർക്ക് കിട്ടി BJPക്ക്. അതാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ തോറ്റ വെറും 15,000 വോട്ട്. അതെ അതെ. വി മുരളീധരൻ 3-ം സ്ഥാനത്താണെങ്കിലും 1-ം സ്ഥാനത്തുള്ള പ്രകാശിനേക്കാൾ 15,000 അതേ വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. തൃശ്ശൂർ അവർ ജയിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒരു പാർലമെൻറ്റിലേക്കുള്ള ഒരു വേവാണ്. എന്നാൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ജയിക്കാൻ കാരണം ഇവിടെ 42 കൊല്ലമായിട്ട് LDFൻ്റെ ഭരണമാണ്, CPMൻ്റെ ഭരണമാണ്. അതിൽ മനമടുപ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആര്യ രാജേന്ദ്രൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരെ തോൽപ്പിക്കാൻ നല്ലത് BJP ആണെന്നുള്ള ഒരു മനോഭാവം ജനങ്ങൾക്കുണ്ടായി. കാരണം UDF 10 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 10 എങ്ങനെ 50 ആവും? അതെ. അതിനിപ്പോൾ നമ്മൾ പ്രയാസപ്പെട്ട് ഞാൻ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു, ശബരീനെ മേയർ കാൻഡിഡേറ്റ് ആക്കി. അതുകൊണ്ട് 10 20 ഇരട്ടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞത് BJPയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഭരണവിരുദ്ധ വികാരങ്ങൾ, പിന്നെ കേന്ദ്രത്തിൽ മോഡിയോടുള്ള ചില ടെക്നോക്രാറ്റുകളുടെയൊക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ടാണ് കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ അസംബ്ലിയിൽ വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഐദർ UDF or LDF.